അതിൻ്റെ അകത്ത് ഇവർ ഈ ശരീരം കൊണ്ടുവയ്ക്കും. ഈ ശരീരം കൊണ്ടുവയ്ക്കുന്നതിന് മുന്നേ ഇവർ ഒത്തിരി അധികം പ്രത്യേകതകൾ ചെയ്യും. നമ്മൾ അടക്കുന്നത് പോലെ ചുമ്മാതെ ശവപ്പെട്ടിക്കകത്ത് കയറ്റി അടക്കുകയല്ല, ആ ശരീരത്തെ മുഴുവനും എംബാം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഈ പിരമിഡിന്റെ അകത്തിരിക്കുന്ന മമ്മിയൊക്കെ വെക്കുന്നത് പോലെ ഇവർ ശരീരത്തെ നന്നായി എംബാം ചെയ്ത് വെക്കും. അത് അവരുടെ ഒരു കൾച്ചറാണ്. എന്നാൽ ഇത് വെച്ചതിന് ശേഷം ആർക്കും ഉരുട്ടി മാറ്റാൻ കഴിയാത്ത നല്ല ഭാരമുള്ള, ഒരിക്കലും ആർക്കും പുറത്തു വരുന്നില്ലെന്ന രീതിയിലുള്ള വലിയ ഉരുണ്ട കല്ലുകൾ ഇവർ ഉരുട്ടി വെക്കും. അങ്ങനെ ഈ ലാസറിനെ എല്ലാ പ്രതീക്ഷകളും മാറ്റി അവിടെ ഉരുട്ടി അതിൻ്റെ അകത്ത് ആ പാറയിൽ വെച്ച് അവരെല്ലാം ഭവനത്തിൽ പോയി. 4-ാമത്തെ ദിവസമായി യേശു വരുന്നത്. ആ ഭാഗം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. യേശു എന്ത് ചെയ്തു? മരിച്ച മാർത്തയുടെ സഹോദരനാകുന്ന ലാസറിനെ കല്ലറയ്ക്ക് ഇറക്കാൻ വന്നു. എന്നിട്ട് യേശു പറയുന്നുണ്ട്, 30-ാം വാക്യം ഇങ്ങനെയാണ്: കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. നോക്കണമേ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി വരുമ്പോ പലപ്പോഴും ദൈവപ്രവൃത്തിയുടെ തടസ്സം നമ്മൾ തന്നെയാണ്. യേശു കല്ല് നീക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ മാർത്ത ഉടനെ പറയുകയാണ്, യേശുവെ നാറ്റം വെച്ചു, 4 ദിവസമായി. പല റീസണുകൾ പറയുകയാണ്. ദൈവത്തിന് വിടുവിക്കുവാൻ ചിലപ്പോൾ യേശു നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മൾ ചില റീസണുകൾ പറയാറുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ ചെയ്തെടുക്കുവാൻ ദൈവം നമ്മളിൽ ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ ചില റീസണുകൾ പറയാറുണ്ട്. ഇന്ന പ്രശ്നം കൊണ്ട് ഇപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ഇപ്പൊ എനിക്ക് ആരാധിക്കാൻ പറ്റത്തില്ല, പിന്നെ ഞാൻ ചെയ്തോളാം. പിന്നെ എന്നുള്ളത് ദൈവത്തിനുള്ളതല്ല. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയും. നമ്മുടെ ഏത് വിഷയമാകട്ടെ, മാർത്ത 4 ദിവസമാകട്ടെ, യേശുവല്ലേ പറഞ്ഞത് കല്ല് നീക്കാൻ. മാർത്ത എത്ര നാറ്റം വെച്ച് തുറക്കട്ടെ, യേശുവല്ലേ പറഞ്ഞത് നീ തുറക്കാം. പക്ഷേ അപ്പോൾ മാർത്തയ്ക്ക് മനസ്സിലായി, യേശു പറഞ്ഞ വാക്കിന്റെ മുൻപിൽ അപ്പോൾ അവൾക്ക് മനസ്സിലായി ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. ഇന്ന് പകരം മനുഷ്യൻ വെച്ചത്, ഞാൻ ചോദിക്കട്ടെ, യേശു ഇത്രയും വലിയ വിടുതൽ ചെയ്യുവാൻ വന്ന യേശുവിന് ഈ കല്ല് നീക്കുവാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ചെയ്യാൻ വരുന്നത് 4 ദിവസമായി നാറ്റം വെച്ച് ലാസറിനെ ഉയർപ്പിക്കാനാണ്. ഈ മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് ഈ നിസാരം ഒരു കല്ലിനെ നീക്കാൻ കഴിയില്ല. എന്റെ ചിന്താഗതിയിൽ യേശുവിന് ഒരു നിമിഷം ഒന്ന് മനസ്സിൽ പോലും ചിന്തിക്കേണ്ട ആ വലിയ കല്ലിനെ പൗഡറാക്കി, പൊടിയാക്കി, ചാരമാക്കി കളയാൻ കഴിയും. പക്ഷെ യേശു അങ്ങനെ പറഞ്ഞില്ല. മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. മനുഷ്യൻ തന്നെ ഉരുട്ടി വെച്ചതാണ് ആ വലിയ കല്ല്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത അസാധ്യ കാര്യങ്ങൾക്ക് ദൈവത്തിന് സാധിപ്പിക്കുവാൻ കഴിയും. നമുക്ക് എത്ര പേർക്ക് ആ ദൂത് മനസ്സിലാകുന്നതെന്ന് അറിയത്തില്ല. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് കല്ലുരുട്ടി മാറ്റുക എന്നുള്ളത്. ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, ആദ്യം ഈ കല്ലുരുട്ടി മാറ്റും. നിങ്ങൾ ഉരുട്ടി വെച്ച ചില കല്ലുകളുണ്ടല്ലോ, ദൈവ പ്രവൃത്തിക്ക് തടസ്സമായി നിങ്ങൾ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ചില പ്രവൃത്തികളുണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് ആദ്യം നിങ്ങൾ ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത മേഖലകൾ വരുമ്പോൾ കർത്താവ് അതിന്റെ അടുത്ത് ഇറങ്ങി വന്നോ നിങ്ങളെ വിടുവിക്കുന്ന ദൈവമുണ്ട്. മോശയെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ മോശയെ പോലെ കാരണങ്ങൾ പറഞ്ഞു. ഞാൻ വിക്കനാണ്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, പല റീസണുകളും മോശയെ പറഞ്ഞു. പക്ഷേ മോശയെ ദൈവം ധൈര്യപ്പെടുത്തി കൊണ്ടു നിർത്തുമ്പോൾ മോശ ചെയ്യേണ്ട ചില കാര്യങ്ങളെ എന്ത് ചെയ്തു? മോശ ചെയ്തു. വടി നീട്ടാൻ പറഞ്ഞപ്പോൾ വിക്കുള്ള മോശയ്ക്ക്, നന്നായി സംസാരിക്കാൻ കഴിയാത്ത മോശയ്ക്ക് ഒരു വടി നീട്ടാൻ എളുപ്പമാണ്. വടി നീട്ടാൻ പറഞ്ഞപ്പോൾ മോശ വടി നീട്ടി. ബാക്കി മോശയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവം ചെയ്തു.
നോക്കണമേ, അവിടെ 10 ബാധകൾ ഇസ്രായേലിന്റെ മക്കൾക്ക് വേണ്ടി മിസ്രൈമിന് ദേശത്തിലേക്ക് ദൈവം അയക്കുമ്പോൾ ആദ്യത്തെ 4-5 ബാധകൾ നാം അവിടെ കാണാൻ കഴിയുന്നത്. അതേപോലെ മിസ്രൈം മന്ത്രവാദികൾ അവിടെ ചെയ്തത് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. മോശ വടി നീട്ടി വെള്ളം രക്തമാക്കിയപ്പോൾ അപ്പുറത്ത് മിസ്രൈം മന്ത്രവാദികളും വടി നീട്ടിയപ്പോൾ എന്ത് ചെയ്തു? വെള്ളം രക്തമായി. അങ്ങനെ മോശ ചെയ്യുന്ന ആദ്യത്തെ ചില ബാധകളൊക്കെയും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. മോശ വടിയെടുത്ത് താഴെയിട്ടപ്പോൾ പാമ്പായി. മന്ത്രവാദികളുടെ വടിയും താഴെയിട്ടപ്പോൾ എന്ത് ചെയ്തു? പാമ്പായി. എന്നാൽ 4ാമത്തെ ബാധ കഴിയുന്നതിന് ശേഷം അവിടെ മിസ്രൈം മന്ത്രവാദികൾ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾക്ക് ഇനിയും മോശ ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിന്റെ വിരൽ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്നു. ഇന്ന് പകലിൽ നിനക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന് പകലിൽ ഒരു ദൂത് വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ വിരൽ നിനക്ക് അനുകൂലമായി ഇറങ്ങി നിൽക്കുക. ചില അസാധ്യ മേഖലകളിൽ ചിലർക്ക് ഭയം തോന്നുന്ന രീതിയിൽ ദൈവം നിന്റെ ഭരണത്തിനായിട്ട് ചെയ്തെടുക്കുമെന്ന് ഈ പറയല് ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ കാണുകയാണ്, ചില ഭവനത്തിനു വേണ്ടി ഇന്ന് പകലിൽ ദൈവത്തിന്റെ വിരൽ ഇറങ്ങുകയാണ്. ഇന്ന് പകലിൽ എന്റെ